സ്വരശലഭം പാർട്ട് 14. അത് ഭംഗിയുള്ളതാവുമെന്ന് ചേട്ടന് തോന്നുന്നുണ്ടോ? നമ്മുടെ ഇടയിൽ വലിയൊരു മൗനമായിരിക്കും രൂപപ്പെടുക. ഒന്ന് ആംഗ്യ ഭാഷയിലൂടെ സംസാരിക്കാൻ പോലും ഞാനിപ്പോൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. അത്രയും വായിച്ച ശേഷം അവൻ നീലിയെ നോക്കുമ്പോൾ അവളുടെ നിറഞ്ഞ കണ്ണുകൾ അവൾ തുടക്കുമായിരുന്നു. നീ പറഞ്ഞു വരുന്നത് എന്താണ്? അത് കേട്ടതും അവൾ ആ പുസ്തകം അവൻ്റെ കയ്യിൽ നിന്നും വാങ്ങി. ചേട്ടൻ്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ ഉള്ളിൽ എന്താണെന്ന് പോലും ആരോടും ഒന്ന് തുറന്നു പറഞ്ഞ് സംസാരിക്കാൻ പോലും എനിക്ക് കഴിയില്ല. പലപ്പോഴും അതെന്നെ വീർപ്പ് മുട്ടിക്കുന്നു. ചേട്ടനെ ഞാൻ ഇഷ്ടപ്പെടുന്നു. പക്ഷേ ഈ സംസാരശേഷിയില്ലെന്ന പേരിൽ ചേട്ടന് ഒരു സങ്കടം പോലും ചേട്ടൻ്റെ മനസ്സ് പോലും ഉണ്ടാവാൻ പാടില്ല എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ സംസാരിക്കുമോ എന്ന കാര്യത്തിൽ 100% പറയാൻ ആർക്കും കഴിയില്ല. ഈ ഒരു സംസാരമില്ലായ്മ എന്നെ തളർത്തില്ല. പക്ഷേ ഇതൊരിക്കൽ പോലും ചേട്ടനെ തളർത്താൻ പാടില്ല. ഇങ്ങനെ ഒരാളെയാണല്ലോ എനിക്ക് കിട്ടിയത് എന്ന് ചിന്തിക്കുന്ന ഇടത്ത് എൻ്റെ സങ്കടം തുടങ്ങും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെയെല്ലാം ആദ്യം തന്നെ പറഞ്ഞത്. അതും എഴുതി അവന് നൽകി. എൻ്റെ നീലി, എനിക്കറിയാം നിന്റെ ഉള്ളിലും സങ്കടങ്ങൾ ഉണ്ടെന്ന്. നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ എല്ലാം തികഞ്ഞ ഒരാളാണെന്ന്? അല്ല നീലി, നീ എൻ്റെ ഭാര്യയായി കയറി വരുന്ന വീട്ടിൽ പോലും ചെറിയമ്മ എന്നെ ഇഷ്ടപ്പെടുന്നില്ല, എന്നോടൊന്നും മിണ്ടാറില്ല. അമ്മായിമാരിൽ പലർക്കും എന്നെ ഇഷ്ടമല്ല. അന്ന് നമ്മുടെ വിവാഹ ചർച്ച നടത്തിയപ്പോൾ പോലും ഒരമ്മായിമാർ പോലും അവരുടെ മോളെ കൊണ്ട് എന്നെ വിവാഹം ചെയ്യിപ്പിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ ആ സ്ഥാനത്ത് അരിയാണെങ്കിൽ അവിടെ വലിയൊരു ബഹളം തന്നെ നടന്നിരുന്നു. എന്തെങ്കിലും ഒരു കുറവ് എല്ലാവരിലും കാണും. എല്ലാം നൽകുമ്പോൾ അത് ആസ്വദിക്കാനുള്ള ഭാഗ്യവും ലഭിക്കില്ല. ഇന്നും ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ സ്വയം ഒരുങ്ങുന്ന ഒരാളാണ് നീലി. ഞാൻ എല്ലാം ഉള്ളിലൊതുക്കുന്നു എന്നേ ഉള്ളൂ. നിന്റെ സംസാരം എനിക്ക് വിഷയമല്ല. നിന്റെ സങ്കടവും ഓരോ ഭാവവും നിന്റെ മുഖത്ത് നോക്കിയാൽ വായിച്ചെടുക്കാനാകും. നിന്റെ മുത്തശ്ശൻ പറഞ്ഞതുകൊണ്ടാണ് നിന്റെ ശബ്ദത്തെക്കുറിച്ച് അന്വേഷിക്കുവാനും ഹോസ്പിറ്റലിൽ പോയതുമെല്ലാം. ഒരു മനുഷ്യനും പുറമേ കാണുന്ന സന്തോഷമൊന്നും ഉള്ളിൽ കാണില്ല. ഉള്ളിൽ ഒത്തിരി സങ്കടങ്ങളായിരിക്കും. എനിക്ക് സംസാരിക്കാനാകും, എന്നിട്ടും ഉള്ളിൽ വീങ്ങുന്ന പ്രശ്നമൊന്നും ആരോടും പറയാനാകാതെ ഉരുകുകയാണ്. എനിക്കറിയാം, ഭാമ പറഞ്ഞ് നിനക്ക് ചിലതെല്ലാം അറിയാമെന്ന്. എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്ന് എന്നോട് ആരും ചോദിച്ചിട്ടില്ലായിരുന്നു. എൻ്റെ പെങ്ങളെ ഞാൻ തന്നെ കൊന്നുവെന്ന് മുദ്ര കുത്തി. വളർന്നു വരുന്ന ചെറിയ കുട്ടികൾ പോലും അത് വിശ്വസിച്ചു. ആരും എൻ്റെ അടുത്തേക്ക് ഒന്ന് അടുക്കാൻ പോലുമില്ല. പേടിയാണ് എല്ലാവർക്കും എന്നെ. അങ്ങനെ ഞാനും മിണ്ടാതെയായി. ഇങ്ങനെ ആരും മിണ്ടാതെ എന്നെ പേടിച്ചോടുമ്പോൾ എനിക്കത്രയും വിഷമമുണ്ട്. അത് അവർക്കറിയില്ല. ശ്രീകാന്ത് പറയുന്നത് എല്ലാം കേട്ടതും നീലിക്ക് ഒത്തിരി സങ്കടമായിരുന്നു. ഇനി പറ, ഞാൻ എന്താണ് വേണ്ടതെന്നത്? അവൾ സങ്കടത്തോടെ അവനെ ഒന്ന് നോക്കി. അവൻ അവൾക്ക് മുഖം കൊടുക്കാതെ നീങ്ങി നിന്നു. അവൾ ആ പുസ്തകം എടുത്തു. എൻ്റെ ശബ്ദം അതൊരു വിഷമമാകരുത്, അത്രയും ഞാൻ ആഗ്രഹിച്ചുള്ളൂ. അല്ലാതെ ശ്രീയേട്ടനെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അതും എഴുതി അവന് നേരെ നൽകിയതും അത് വായിച്ച ശേഷം, കുറവുകളെ അറിഞ്ഞു വേണം നീലി സ്നേഹിക്കാൻ. നിന്നെ എൻ്റെ ഭാര്യയായി കൊണ്ടുവരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ വീട്ടിൽ ആരുടെങ്കിലും അടുത്ത് നിന്ന് കുത്തുവാക്കുകൾ നിന്നെ തേടി വന്നാൽ അത് നീ എന്നോട് പറയുക തന്നെ വേണം. നേരം ഒരുപാട് വൈകി, വണ്ടിയിലേക്ക് കയറി. അതും പറഞ്ഞ് അവൻ ഡോറ് തുറന്നതും അവൾ കയറി. കൂടെ തന്നെ അവനും വന്നിരുന്നതും അവൻ പെട്ടെന്ന് അവളുടെ കൈകളിൽ പിടിച്ചതും അവളൊന്ന് ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. എൻ്റെ നീലി, നീ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കാതെ ആ കണ്ണൊക്കെ ഒന്ന് തുടക്ക്. എന്തിനും ഏതിനും ഞാനുണ്ട് നിന്റെ കൂടെ. അത് കേട്ടതും നീലി തിരിഞ്ഞു നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഇങ്ങനെ ഒരു പുഞ്ചിരിയാണ് നീലി നിന്റെ മുഖത്ത് വേണ്ടത്. രാത്രി നീലി മുറിയിൽ കിടക്കുമ്പോൾ ഇന്ന് നടന്നതെല്ലാം അവളിലൂടെ മിന്നി മാഞ്ഞു. ഞാൻ അങ്ങനെയെല്ലാം എഴുതിയപ്പോൾ ശ്രീയേട്ടന് വിഷമമായി കാണുമോ? പാവം, ആ മനുഷ്യൻ്റെ ഉള്ളിലും ഒത്തിരി സങ്കടമുണ്ട്. അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കാതെ ഓരോന്ന് എഴുതിക്കൊണ്ട് ചോദിച്ചു. ആ വിഷമങ്ങളെല്ലാം ഒരു ദിവസം എന്നോട് പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും കൂടെ എൻ്റെ കല്യാണം ഉറപ്പിക്കുന്നത് മുതൽ അദ്ദേഹം എൻ്റെ ഉള്ളിൽ എൻ്റെ പാതിയായിട്ടുണ്ട്. ഒരു പക്ഷേ ഇന്ന് സ്നേഹവും ബഹുമാനവും അതിലേറെ എന്തോ ഉണ്ടെന്ന് പറയാം. എൻ്റെ പാതി. അതും ആലോചിച്ച് അവളൊരു പുഞ്ചിരിയോടെ അന്നുറങ്ങിയത്. 2 ദിവസം കഴിഞ്ഞ് 2 പേരും ഇന്ന് വീണ്ടും കോളേജിലേക്ക് പോകുകയാണ്. നീലി, നീലി! ഭാമ പുറത്തു നിന്നും നീലിയെ നീട്ടി വിളിച്ചു. മോളെ നീലി, ഭാമ മോള് വന്നിട്ടുണ്ട് കേട്ടോ. പശുവിന് പുല്ല് നൽകുന്ന ഇടയിൽ മുത്തശ്ശൻ പറഞ്ഞു.
നീലി ഇപ്പോൾ വരും മോളെ, അവൾ ചായ കുടിക്കുക. അവർ പുറത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞതും അപ്പോഴേക്കും നീലിയും വന്നിട്ടുണ്ട്. മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് കവിളിലൊന്ന് ചുംബിച്ചു. കൈവീശി കാണിച്ചുകൊണ്ട് അവൾ ഇറങ്ങിയതും, മക്കളെ ശ്രദ്ധിക്കണം, ഇനി ഇങ്ങനെ മുറിവൊന്നും ആക്കാതെ ശ്രദ്ധിക്കണം. ഞാൻ ശ്രീമോനെ വിളിച്ച് പറയുന്നുണ്ട് നിങ്ങളെ ഒന്ന് ശ്രദ്ധിക്കാൻ. മുത്തശ്ശി അത് പറഞ്ഞതും, എൻ്റെ ദേവി, അതിൻ്റെ ഒരു കുറവേ ഉള്ളൂ. ബാമ പതിയെ പറഞ്ഞതും നീലിയുടെ മുഖത്ത് വലിയൊരു പുഞ്ചിരി വിരിഞ്ഞു. രണ്ടുപേരും അവിടെ നിന്നും ശ്രീയുടെ വീട്ടിലേക്ക് നടന്നു. എനിക്കിന്ന് കോളേജിൽ പോകാൻ ശരിക്കും നല്ല മടിയുണ്ട് നീലി. ആ ഗായത്രി തളയെ കാണണം, അതുപോലെ ആ കുട്ടികളെയെല്ലാം എങ്ങനെ നോക്കും എന്നൊക്കെ ആലോചിക്കുമ്പോൾ, അതുമല്ല ആ അശ്വിൻ ചേട്ടനുണ്ടല്ലോ, അവനെ ഒന്ന് കാണണം. എന്ത് പണിയാണ് ഈ കാണിച്ചത്? നടക്കുന്നതിൻ്റെ ഇടയിൽ ബാമ അവളുടെ ആദിയെല്ലാം നീലിയോട് പറഞ്ഞു. എന്നാൽ നീലിയുടെ മുഖത്ത് അങ്ങനെ പേടിയൊന്നും തന്നെ ഇല്ല. അല്ല നീലി, ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ടും നിനക്കൊരു പേടിയും ഇല്ലേ നീലി? നീലി ഇല്ലെന്ന് തലയാട്ടി. അതെന്താടി? നീലി കൈകൊണ്ട് അവളുടെ കഴുത്തിലേക്ക് താലി കെട്ടുന്ന പോലെ കാണിച്ചു കൊടുത്തതു. ഓഹോ, നിന്റെ ഭാവി കെട്ടിയോനുണ്ടെന്ന ധൈര്യം അല്ലേ? നീലി നിറപ്പുഞ്ചിരിയോടെ തലയാട്ടി. നിന്റെ ഭാവി കെട്ടിയോനെയാ എനിക്ക് പേടി. ശ്രീകാന്തേട്ടന് നീ കോളേജ് വല്ല ശത്രുക്കളോ, ഇല്ലെങ്കിൽ ശ്രീകാന്തേട്ടനെ പ്രണയിച്ച് നടക്കുന്ന വല്ല വിദ്യാർത്ഥികളും ഉണ്ടോ എന്തോ? ബാമ നീലിയെ ഇടം കണ്ണിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞതും നീലി നടത്തം നിർത്തി. എന്തു പറ്റി? നീലി ഒന്നുമില്ലെന്ന് തലയാട്ടി കാണിച്ചതും അതേ സംശയം അവളിൽ ഉണ്ടായിരുന്നു. ഇവർ അവിടെ എത്തുമ്പോൾ ശ്രീകാന്ത് പുറപ്പെടാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. ഇവർ പെട്ടെന്ന് തന്നെ വണ്ടിയിലേക്ക് കയറി. നീലി ചേച്ചി, മുറിവെല്ലാം മാറി സുന്ദരി ആയിട്ടുണ്ടല്ലോ ഇന്ന്. അമ്മുവിന്റെ സംസാരം കേട്ട് അവളൊന്ന് പുഞ്ചിരിച്ചു. ശ്രീകാന്ത് അത് കേട്ട് നീലിയെ ഒന്ന് നോക്കി. ആ വെള്ള കളർ ചുരിദാറായിരുന്നു ഇന്ന് അവൾ ഇട്ടിരുന്നത്. അവൾ ശ്രീകാന്തിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച് തിരിച്ച് അവനും. അതിനുശേഷം കോളേജ് എത്തുന്നത് വരെ അവിടെ മൗനമായിരുന്നു. രണ്ടുപേരും കാറിൽ നിന്നും ഇറങ്ങി നടക്കുമ്പോൾ, നീലിമ, പുറകിൽ നിന്നും ഒരാളുടെ വിളി കേട്ട് അവർ തിരിഞ്ഞു നോക്കി. ഒരു പയ്യൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഇവനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ബാമ അവനെ നോക്കിക്കൊണ്ട് പതിയെ പറഞ്ഞു. പെട്ടെന്ന് ഓർമ്മ വന്ന പോലെ, നീലി, ഇവനെ എറിഞ്ഞ കല്ലാണ് നിന്റെ നെറ്റിയിൽ തട്ടിയത്. ബാമ പെട്ടെന്നത് പറഞ്ഞതും നീലി അത് കേട്ട് അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. പക്ഷേ അവന്റെ മുഖത്ത് സങ്കടമല്ലായിരുന്നു, ഒരു തരം പുച്ഛമായിരുന്നു. ഓഹോ, ഓർമ്മയുണ്ടല്ലോ. ആഹാ, നീ വരുന്നത് കാത്തു നിൽക്കുമായിരുന്നു ഞാൻ. നീ ആ ശ്രീകാന്ത് കെട്ടാൻ പോകുന്ന ആളാണെന്ന് അറിഞ്ഞതു മുതൽ നിന്നെ ഒന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു. പുച്ഛത്തോടെയുള്ള അവന്റെ സംസാരം കേട്ട് നീലിയും ബാമയും പരസ്പരം നോക്കി. ഈ ദൈവമുണ്ടെന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴാണ് വിശ്വസിക്കുന്നത്. അപ്പോ ഒന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ മറുപടി കിട്ടും അല്ലേ? അതിന് തെളിവാണ് നീ. എന്തായാലും നമുക്ക് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് കാണേണ്ടി വരും. നിന്റെയും ശ്രീകാന്തിന്റെയും കല്യാണം നടക്കുമോ എന്ന് നമുക്കൊന്ന് കാണാം. അത് കേട്ട് നീലി ഒന്ന് ഞെട്ടി. ഇവരുടെ കല്യാണം നടക്കുമോ ഇല്ലയോ നോക്കാം. നീ ആരാ? ഇവരുടെ കല്യാണം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നടക്കുക തന്നെ ചെയ്യും. അവന്റെ സംസാരം ഇഷ്ടമാകാതെ ബാമ മറുപടി കൊടുത്തു. നമുക്ക് കാണാം. എന്തായാലും കൂട്ടുകാരിയുടെ മേലിൽ ഒരു കണ്ണ് വേണം. എപ്പോ വേണമെങ്കിലും എന്തും സംഭവിക്കാം. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് വ്യക്തമായി പറ. ബാമ ദേഷ്യത്ത് പറഞ്ഞതും, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്കാണോ പൊള്ളുന്നത്? നിനക്കെന്താടി നാവില്ലേ? അവൻ പെട്ടെന്ന് ദേഷ്യത്ത് ചോദിച്ചതും നീലി ഒന്ന് ഞെട്ടി ബാമയുടെ കയ്യിൽ അമർത്തി പിടിച്ചു. അയ്യോടാ, ഇത് നോക്ക്, ശ്രീകാന്തിന്റെ പെണ്ണാകാൻ പോകുന്ന നീലിമ ആളൊരു പൂച്ചക്കുഞ്ഞാണല്ലോ. ഈ പൂച്ചക്കുഞ്ഞിനെ സിംഹക്കുഞ്ഞിനെ നൽകുന്നത് ശരിയാണോ? അവൻ അവന്റെ കൂട്ടുകാരോടായി പറഞ്ഞതും. ഹേ, അതെങ്ങനെ ദീപക് ശരിയാകുന്നേ? അവന്റെ കൂട്ടുകാരൻ മറുപടി പറഞ്ഞതും. ഇവരുടെ കാര്യം ഇവർ നോക്കിക്കോളും, അതിൽ നിങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ല. ബാമ അതും പറഞ്ഞ് നീലിയുടെ കൈ പിടിച്ച് നടക്കാൻ ഒരുങ്ങിയതും. അങ്ങനെ അങ്ങ് പോയാലോ? ദീപകിന്റെ കൂട്ടുകാരൻ അവരെ തടഞ്ഞതും. അവരെ വിട്ടേക്ക്, അവരെത്ര ദിവസം ഓടി ഒളിക്കും? മോളെ, നിന്നെ ദൈവമായിട്ടാണ് എന്റെ മുമ്പിൽ എത്തിച്ചത്. ആ ശ്രീകാന്ത് ഇനി ഒരു പാഠം പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പോൾ നീ ഓടിക്കോ, പക്ഷേ ഈ ഓട്ടത്തിന് ആയുസ് കുറവാ. ദീപക് അതും പറഞ്ഞ് ഒരു പുച്ഛത്തോടെ അവിടെ നിന്നും പോയതും നീലിയും ബാമയും പരസ്പരം നോക്കി. ഇവരെന്താടി ഒരു അർത്ഥം വെച്ച് സംസാരിക്കുന്നത്?
എന്തോ ഒരു പ്രശ്നമുണ്ട്. അവന്റെ സംസാരമൊന്നും അത്രക്ക് നീറ്റല്ല. നീ പേടിക്കാതെ. അതും പറഞ്ഞ് നീലിയെ പിടിച്ചുകൊണ്ട് ഭാമ മുമ്പിലേക്ക് നടന്നു. നീലിയിൽ വലിയൊരു ഭയം തന്നെ രൂപപ്പെട്ടിരുന്നു. നീലി നടക്കുന്നതിന്റെ ഇടയിൽ പതിയെ തിരിഞ്ഞു നോക്കുമ്പോൾ ദീപക് കുറച്ചകലെ അവളെ തന്നെ നോക്കി നിൽപ്പുണ്ട്. അത് കണ്ടതും അവൾ പേടിയോടെ മുഖം തിരിച്ചു. അവനെന്താ അങ്ങനെയെല്ലാം പറഞ്ഞത്? എനിക്കെന്തോ വല്ലാത്തൊരു ഭയം പോലെ. നീലി മനസ്സിൽ ഓരോന്ന് ചിന്തിച്ചു. അവൾ അതും ആലോചിച്ച് ഭാമയുടെ കൂടെ നടക്കുമ്പോൾ അവളുടെ അടുത്തേക്ക് അശ്വിനും കൂട്ടുകാരും വരുന്നത്. അവരെ കണ്ടതും ഭാമ ദേഷ്യത്തിൽ അവനെ നോക്കി. നീലിമ, സോറി, ഞാന് മനഃപൂർവ്വമായിരുന്നില്ല, അത് അറിയാതെ സംഭവിച്ചു പോയതാ. അശ്വിൻ ഒരു സങ്കടത്തോടെ പറഞ്ഞതും, എറിയാൻ അറിയില്ലെങ്കിൽ വെറുതെ ആളുകളുടെ ഇടയിൽ എറിയാൻ നിൽക്കണമായിരുന്നോ? ഭാമ കലിപ്പിൽ ചോദിച്ചു. നീലി അവരെയെല്ലാം നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. നിന്റെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവും, നീ സാഹചര്യം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്ക്. അശ്വിൻ ഒരു വിഷമത്തോടെ പറഞ്ഞതും, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഭാമ അപ്പോഴും ഗൗരവത്തിലാണ്. അല്ല, ശ്രീകാന്ത് സാറിന്റെ മുറപ്പെണ്ണാണ് നീലിമ എന്ന് പറയുന്നത് കേട്ടു. കല്യാണമൊക്കെ ഉറപ്പിച്ചിട്ടുണ്ടോ? അശ്വിൻ ഒരു സംശയത്തോടെ ചോദിച്ചു. ഹോ, ഈ കാര്യം കോളേജ് മുഴുവൻ അറിഞ്ഞോ എൻ്റെ ദേവി? ഭാമ അതും പറഞ്ഞുകൊണ്ട് നീലിയെ നോക്കി. നീലിയും അതേ സംശയത്തിൽ അവളെ നോക്കുന്നുണ്ട്. ഇവരുടെ കല്യാണമൊക്കെ ഉറപ്പിച്ചിട്ടുണ്ട്. ഭാമ അത് പറഞ്ഞതും അശ്വിൻ അത് കേട്ടതും ഒന്ന് അമർത്തി മൂളി. അവനും അവന്റെ കൂട്ടുകാർക്കുമെല്ലാം മുഖത്ത് എന്തോ ഒരു ദേഷ്യമുള്ള പോലെ അവൾക്ക് തോന്നി. എന്നാ നിങ്ങൾ ക്ലാസ്സിലേക്ക് പൊക്കോളൂ. അശ്വിൻ അതും പറഞ്ഞ് അവിടെ നിന്നും പോയി. ഇതെന്താടി എല്ലാവർക്കും പറ്റിയേ? എന്തോ പ്രശ്നമുണ്ടല്ലോ. ഭാമ പറയുന്നത് കേട്ട് നീലി ഒന്ന് ചുമലളക്കിക്കൊണ്ട് അറിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ക്ലാസ്സിലേക്ക് നടന്നു. തുടരും. ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.